ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कथा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतापदकमलं श्रीगुरुं वैष्णवां च श्रीरूपं साग्रजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्ण चैतन्यदेवं श्रीराधा कृष्णपादान् सहगण ललिता श्रीविशाखान्वितां च। हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोस्तुते। तप्तकाञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्त वृंद। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। ഹരേ കൃഷ്ണ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തന്മാർക്കും ഒരിക്കൽ കൂടെ എന്റെ സ്വാഗതം. നമ്മള് ഏകദേശം ഒരു മാസത്തോളം ആയെന്ന് തോന്നുന്നു നമ്മുടെ ഈ ഓൺലൈൻ പ്രോഗ്രാമില് തുടങ്ങിയിട്ട്. ഞാൻ ഏകദേശം ഒരു മാസം മുമ്പ് ഇതിന് പങ്കെടുത്തിരുന്നു. അതിനൊരു ഭാഗ്യം സിദ്ധിച്ച ഞാൻ ഒരുപാട് കൃതജ്ഞനാണ്. അതിനു വേണ്ടിയിട്ട് ഇതിന്റെ പുറകിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഭക്തന്മാർക്കും എന്റെ നന്ദി. എസ്പെഷ്യലി എന്നെ ഇതിനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്ത സുവ്യക്ത നരസിംഹദാസ് പ്രഭുജിക്കും എസ്പെഷ്യലി ഇസ്കോൺ ട്രിവാൻഡ്രം മാനേജ്മെന്റിന് എന്റെ ഒരുപാട് നന്ദി അറിയിക്കുന്നു. ശ്രീമദ് ഭാഗവതത്തില് പറയുന്നുണ്ട്, അതായത് നമ്മുടെ പ്രഹ്ലാദ് മഹാരാജിന് പറഞ്ഞു കൊടുക്കുന്നതാണ് നാരദ ഋഷി. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സാഖ്യം ആത്മനിവേദനം ഇതി പുംസാർപ്പിത വിഷ്ണു ഭക്തിശ്ചേ നവലക്ഷണ ക്രിയേത ഭഗവദ്ഗീത തന്മന്യേ ദീതമുത്തമം. ഈ നമ്മള് ഭക്തി പരിശീലിക്കുന്നതിന് 9 വഴികളാണ് പറഞ്ഞിട്ടുള്ളത്. അതില് രണ്ടാമത്തെ ഇതില് ഏത് വഴിയും 9 വഴികളിലുള്ള ഏത് വഴി നമ്മൾ സ്വീകരിച്ചാലും നമുക്ക് ഭക്തിയുടെ പരിപൂർണത നേടാൻ പറ്റും. അപ്പോ ഈ ഇതിലെ ഏറ്റവും പ്രധാനമാണ് ശ്രവണം, അത് കഴിഞ്ഞ് കീർത്തനം, അത് കഴിഞ്ഞ് വിഷ്ണു സ്മരണം. ഇത് മൂന്നും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോ ഈ ശ്രവണം കൊണ്ട് മാത്രം ജീവിതത്തിലെ പരിപൂർണത നേടിയിട്ടുള്ള ആളാണ് പരീക്ഷിത് മഹാരാജാവ്. അതുപോലെ കീർത്തനം കൊണ്ട് ജീവിതം പരിപൂർണത നേടിയിട്ടുള്ള ആളാണ് ശുകദേവ ഗോസ്വാമി. സോ നമ്മുടെ ജീവിതത്തിൽ ഇത് രണ്ടും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ബൈ ചാൻറ്റിങ്. നമ്മുടെ നാമജപത്തിലൂടെ നമുക്ക് ഇത് രണ്ടും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതായത് നമ്മുടെ കലിയുഗത്തില് പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട യജ്ഞം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ജപയജ്ഞാണ്. യജ്ഞാനം ജപയജ്ഞോസ്മി എന്നാണ്. അപ്പോ നമ്മൾ വിചാരിക്കാം, നമ്മൾ ഏതെങ്കിലും ഒരു ഹൗസ് വാമിങ് പരിപാടി ആയിക്കോട്ടെ, അല്ല കടയുടെ ഉദ്ഘാടനം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതൊരു പ്രധാന കല്യാണം ആയിക്കോട്ടെ, എല്ലാത്തിനും നമുക്കൊരു യജ്ഞകുണ്ഡം വേണം, അതിൽ ഹവിസൊക്കെ ഇടാനുള്ള സാഹചര്യമൊക്കെ വേണം, മന്ത്രങ്ങളൊക്കെ ഇങ്ങനെ പറയണം. സോ ഈ ഒരു സിസ്റ്റം വേണ്ടേ? അപ്പോ നമ്മൾ വിചാരിക്കാം, ഈ ജപയജ്ഞത്തിൽ എവിടെയാണ് ഈ ഹോമകുണ്ടമൊക്കെ ഉള്ളത്? അതിനെന്താ നമ്മൾ കൊണ്ടിടുക? ചിലപ്പോ ഇങ്ങനെ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോവാം. ആക്ച്വലി ജപയജ്ഞത്തില് ഹോമകുണ്ടം എന്ന് പറയുന്നത് നമ്മുടെ ചെവിയാണ്. അപ്പൊ നമ്മൾ ഓരോ നാമം ചെല്ലുമ്പോഴും ആ നാമം നമ്മള് നമ്മുടെ ഈ കുണ്ടത്തിലാണ് കൊണ്ടിടേണ്ടത്. അപ്പൊ അതെന്താ ചെയ്യുക? അത് അതിൽ കൂടെ കയറി നമ്മുടെ ഹൃദയത്തിൽ വന്ന് നമ്മുടെ ഹൃദയത്തിനെ ശുദ്ധീകരിക്കും. ആ ശുദ്ധീകരണമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാല് എത്രയോ ജന്മാന്തരങ്ങളായിട്ട് കോടാനുകോടി ജന്മങ്ങള് നമ്മൾ ജീവിച്ച് ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റണില്ല. അതിന്റെ കാരണം എന്താണ്? നമ്മൾക്ക് ഇങ്ങനെ ഈ ഭൗതികമായിട്ടുള്ള മാലിന്യങ്ങള് ഇങ്ങനെ നമ്മുടെ മനസ്സിനകത്തുള്ളത് കാരണം
നമുക്ക് ഒരിക്കലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അപ്പൊ ആയതിനാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ഇതാണ്. നാമസങ്കീർത്തനം യസ്യ സർവ പാപ പ്രണാശനം പ്രണമോ ദുഃഖശമന തം നമാമി ഹരിപദം. അതായത് നാമസങ്കീർത്തനം ഒന്നുകൊണ്ട് മാത്രം നമുക്ക് ഈ സർവ പാപങ്ങളുടെയും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ആയതിനാല് നമ്മുടെ ജീവിതത്തിലെ നമുക്ക് നിറയെ പ്രയോറിറ്റീസ് ഉണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിൽ പല 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 കാര്യങ്ങൾക്ക് നമുക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളെ ജീവിതത്തിൽ കൊടുക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നാമജപം. നാമജപത്തിന് അത്രത്തോളം നമ്മൾ പ്രാധാന്യം കൽപ്പിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാല് ഈ നാമവും നാമിയും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. ഭഗവാന്റെ നാമവും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. നാമചിന്താമണി കൃഷ്ണ ചൈതന്യ രസവിഗ്രഹ പൂർണ്ണശുദ്ധോ നിത്യമുക്തോ അഭിനത്വ നാമനാമിന്. അതായത് നാമവും നാമിയും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പൊ ഈ നാമത്തിന് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ജപിക്കണ്ടേ? ആ നാമത്തിനെ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കണ്ടേ? അതായത് നമ്മുടെ ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്, ചേതോ തർപ്പണമാർജനം ഭവമാ ധാവാഗ്നി നിർവാപണം ശ്രേയാ കൈരവ ചന്ദ്രികാ വിതരണം വിദ്യാവധൂ ജീവനം. നമ്മുടെ ജീവിതത്തില് നാമജപം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു മിറർ ക്ലീൻ ചെയ്യുന്ന പോലെയാണ്. ഇപ്പൊ നമ്മള് ചില ഭക്തന്മാരൊക്കെ ഓൾറെഡി ഇവിടെ കന്നഡ ഉപയോഗിക്കുന്ന ഭക്തന്മാരില്ലേ. ഇപ്പൊ നമ്മള് കന്നഡ ഉപയോഗിച്ചിട്ട് നമ്മൾ ചിലപ്പോ ഒരു AC മുറിയിലേക്കൊക്കെ കയറി കഴിഞ്ഞാല് പെട്ടെന്ന് മോയ്സ്ചർ വരും, കറക്റ്റല്ല? അപ്പൊ നമുക്കൊന്നും കാണൂല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ആ കന്നഡ ഊരിയിട്ട് നമ്മൾ അതിനെ നന്നായി തുടച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ ക്ലിയർ ആവും. സോ ഇതൊരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഈ കന്നഡയില് ഇപ്പൊ എനിക്ക് ഒരു മോനുണ്ട്. ആള് സ്കൂളിൽ പോകാനാകുന്ന സമയത്ത് ഈ കന്നഡ വെച്ചുകൊണ്ട് അവിടെ പോയിട്ട് തൊട്ട് ഇവിടെ പോയി തൊട്ട് അതിനകത്ത് മുഴുവൻ ഇങ്ങനെ അഴുക്കുണ്ടാവും. അപ്പൊ രാവിലെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്ക് ക്ലിയർ ആയിട്ട് കാണൂല. അപ്പൊ അത് നന്നായി തുടച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് കാണാൻ തുടങ്ങും. നമ്മളുടെ ജീവിതത്തില് ഈ ശരീരമല്ല ആത്മാവാണെന്ന് ചിലപ്പോ ഒരുപാട് തവണ നമ്മൾ പല പല ക്ലാസ്സുകളിലൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷേ ആ ശരീരമല്ല ആത്മാവാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് നൽകുന്ന പ്രോസസ്സാണ് ഈ 9 പ്രോസസ്സുകള്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോസസ്സാണ് നാമജപം. അതിനാൽ നാമജപം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് തീർച്ചയായിട്ടും വിടാൻ പറ്റാത്ത ഒരു സംഭവമാണ്. അതായത് ഭഗവത്ഗീതയില് പറയുന്നുണ്ട്, സതതം കീർത്തയന്തോമാം യദന്തശ്യ ദൃഢാവൃത നമസ്യന്തശ്യ മാം ഭക്തിയ നിത്യയുക്ത ഉപാസത്തെ. എന്റെ ഭക്തന്മാരെ സതതം കീർത്തയന്തോമാം, അവര് നിത്യം, അതായത് എല്ലാ സമയവും ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കും. അതിന് നമുക്ക് നമ്മുടെ ഒരു ഫുൾ ഡേയില് നമുക്ക് നാമജപം ജപിക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രഭാത കാലത്തിൽ നാമജപത്തിന് പ്രാധാന്യം നൽകണം. എനിക്ക് നിങ്ങൾ എല്ലാവരോടും ഇത്രയും ഒരു ആരാധന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ എല്ലാവരും ഏകദേശം ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ 120ഓളം ഭക്തന്മാരുണ്ട്. ഇപ്പൊ നമ്മുടെ നിലവിൽ 174ഓളം ഭക്തന്മാരുണ്ട്. ഇത്രയും പേര് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിനകത്ത് വന്ന് നിങ്ങൾ രാവിലെ നേരത്തെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നാമം ചെല്ലുന്നത് നിങ്ങളുടെ ഭക്തിക്ക് ഇത്രയും ഒരു സപ്പോർട്ടായിരിക്കും, ഇത്രയും ഒരു ബൂസ്റ്റ് തരുന്നുള്ളത് അധികം വേഗതന് നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾ തിരിച്ചറിയും. കാരണം വെച്ചാല് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണോ നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റിട്ട് നമ്മൾ നാമം ചെല്ലുന്നത്, അത് ഭക്തിയിൽ നമ്മൾ സീരിയസ് ആയി പുരോഗമിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ്. ആയതിനാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രാക്ടീസ് നിങ്ങൾ കൊണ്ടുവരുന്നതിന്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു, നമ്മൾ ഈ ഹരിനാമം ചെല്ലുന്നതിന് ചില നിബന്ധനകളോ അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും അങ്ങനെ സ്ട്രോങ് ആയിട്ടില്ല. അതായത് ഹരിനാമം ജപിക്കുന്നതിന് നമുക്ക് ഏത് സമയത്തോടെ ജപിക്കാം. നാംനാമകാരി ബഹുദാ നിജ സർവശക്തി തത്രാർപ്പിത നിയമിത സ്മരണേന കാല ഏതാദൃശി തവ കൃപ ഭഗവൻ മമാമി ദുർദേവമീ ദൃശ്യമേഹ ജനനാനുരാഗ. അതായത് ഇതിന് നിയമങ്ങളൊന്നുമില്ല. ഇപ്പൊ ചിലപ്പോ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ടു, കുറച്ച് വൈകിപ്പോയി, അപ്പോ ഇനിയിപ്പോ കുളിച്ച് വന്ന് റെഡി ആയതിനു ശേഷം നാമം ചെല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പത്തേനും ബ്രഹ്മമുഹൂർത്തം കടന്നു പോകും. എങ്കിൽ ബെറ്റർ പോവുക, കൈകാലും മുഖം കഴുകുക, ഒന്ന് പല്ല് തേക്കുക, നേരെ വന്നിട്ട് നാമം ചെല്ലാനിരിക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ നാമം ചെല്ലുന്നുള്ളത് നമ്മളെ ഒരുപാട് സഹായിക്കും. അപ്പൊ കുളിച്ചില്ലേലും കുഴപ്പമില്ല. ഇപ്പൊ ചില ഭക്തന്മാരൊക്കെ രാവിലെ ഞാൻ കണ്ടിരുന്നു, ചിലര് ഓൾറെഡി ട്രെയിനിൽ യാത്ര ചെയ്യുന്നതാ.
സോ പുലർകാലം നമ്മൾ എവിടെയെങ്കിലും ജോലി സംബന്ധമായിട്ട് യാത്ര ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ യാത്രക്കിടയിൽ നമുക്ക് നാമം ജപിക്കാം, കുഴപ്പമില്ല. പിന്നെ അതുപോലെ ഇപ്പൊ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനിടയിൽ കൂടെ ഭക്തന്മാര് രാവിലെ പല പല കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിൽ കൂടെയും നാമം ചെല്ലും. ഇതെല്ലാം കുഴപ്പമില്ല. ജോലിക്കിടയിലായാലും ശരി, എപ്പോ വേണേലും നാമം ചെല്ലാം. ഇനിയിപ്പൊ നാമം ചെല്ലിയ ഇങ്ങനെ അശ്രദ്ധ ചെല്ലിയ അത് പാപാവുന്നില്ല. പക്ഷേ നമ്മൾക്ക് ഈ നാമജപത്തിന്റെ പരിപൂർണമായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊരിടത്ത് ഇരുന്നുകൊണ്ട് നമ്മൾ നാമം ചൊല്ലണം. ഒരുപാട് ഭക്തന്മാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിലെ ആത്മീയ ഉന്നതിക്കിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ചിലപ്പോൾ നമ്മള് യാത്ര ചെയ്യുന്നതിനിടയില്, നമുക്ക് വാഹനം ഓടിക്കുന്നതിനിടയില്, അല്ലെങ്കിൽ പാചകം ചെയ്യുന്നതിനിടയില്, കുടുംബമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലൊക്കെ നമുക്ക് നാമം ചൊല്ലാം. എസ്പെഷ്യലി അതായത് നാമം ചെല്ലുന്നതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നാമം ചെല്ലുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങളുമായിട്ട് ചേർന്നിരുന്ന് ചെല്ലാൻ ശ്രമിക്കുക. എല്ലാവരും ചിലപ്പോൾ അതിന് അനുകൂലമായിരിക്കണം എന്നില്ല. കാരണം എല്ലാ ജീവാത്മാക്കൾക്കും അവരവരുടേതായ വ്യക്തിത്വം ഉണ്ട്. അവർക്ക് ചിലപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ആർക്കൊക്കെ ഇത് ഫേവറബിൾ ആയിട്ടുണ്ടോ കുടുംബത്തിലെ, അവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് നാമം ചെല്ലുക. അത് നമ്മുടെ കുടുംബത്തിന്റെ ആത്മീയ അന്തരീക്ഷത്തിനെ വളർത്താൻ അത് സഹായിക്കും. അതുപോലെ തന്നെ നമ്മള് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിനെ നമ്മൾ എപ്പോഴും ഒരു വിനയപൂർവ്വം നമ്മൾ ഇതിനെ സ്വീകരിക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു. അതായത് നമ്മൾ ഈ നാമജപത്തിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്: ഹേ രാധേ, ഹേ കൃഷ്ണ, ദയവായി എന്നെ നിങ്ങളുടെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുത്തണമേ. എനിക്ക് ധനമോ പ്രശസ്തിയോ ഒന്നും വേണ്ട. ആകെ ആഗ്രഹിക്കുന്നത് ശുദ്ധ ഭക്തി മാത്രമാണ്. ഇതാണ് നമ്മളുടെ അപേക്ഷ ഉണ്ടാവേണ്ടത്. ഗോലോകേര പ്രേമദാന ഹരിനാമ സങ്കീർത്തൻ. ഈ ഹരിനാമ സങ്കീർത്തനം അല്ലെങ്കിൽ നാമജപം ഗോലോകത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ആയതിനാൽ നമ്മൾ അതിനെ സ്വീകരിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഇങ്ങനെ വലിയ അഹങ്കാരത്തോടുകൂടെ അതിനെ സ്വീകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാല് നമുക്ക് ഒരിക്കലും അത് മനസ്സിലാവില്ല. അതിന്റെ ആ ഒരു പൂർണ്ണമായ ഒരു തത്വം അല്ലെങ്കിൽ ആ പൂർണ്ണമായ ഒരു എഫക്ട് നമുക്ക് മനസ്സിലാവില്ല. ഇനി ജപം ചെയ്യുന്നതിന്റെ ചില ടെക്നിക്സുകൾ ഞാൻ ഡിസ്കസ് ചെയ്യാന്ന്. അതായത് പലരും പറയാറുണ്ട്, ജപ ചെയ്യുന്ന സമയത്ത് മനസ്സൊരിടത്ത് നിൽക്കില്ല, അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതിനെന്താ ചെയ്യുക? ഇത് ഒരു സ്വാഭാവികമായ ഒരു കാര്യമാണ്. മനസ്സ് ഓടിപ്പോവും. കാരണം മനസ്സിന്റെ സ്വഭാവം അങ്ങനെയാണ്. അതായത് ഒരു മങ്കിയുടെ സ്വഭാവമാണ് മനസ്സിന്. മങ്കി എവിടെയെങ്കിലും ഒരോടെ അടങ്ങിയിരിക്കോ? ഒരേ മരത്തിന്റെ തന്നെ ഒരു കൊമ്പിൽ നിന്ന് അടുത്ത കൊമ്പിൽ ചാടും, അടുത്ത കൊമ്പിൽ നിന്ന് അടുത്ത കൊമ്പിൽ ചാടും, ഇങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കും. അപ്പോ ഈ അതേ മങ്കിക്ക് കുറച്ച് ഈ ആൽക്കഹോളോട് കൊടുക്കുക. അപ്പൊ എന്തായിരിക്കും കണ്ടീഷൻ? ഒന്ന് ചാടിക്കൊണ്ടിരിക്കുന്നതാ, അതിനിടെ കൂടെ ഇതോട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ചാട്ടാവും. സോ മനസ്സിന്റെ സ്വഭാവം ഇങ്ങനെയാണ്. ആയതിനാല് മനസ്സിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാന്ന് വെച്ചെങ്കിൽ കഷ്ടമാണ്. പക്ഷേ നമ്മൾ ഈ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരേ ഒരു വഴി നാമജപം തന്നെയാണ്. കാരണം വെച്ചാല് മന ഇതി ത്രായത്തെ ഇതിക മന്ത്ര. മനസ്സിനെ ത്രാണനം ചെയ്യുന്ന, ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സാണ് മന്ത്ര. ആയതിനാൽ ഈ മന്ത്ര ജപത്തിലൂടെയും നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ആയതിനാൽ നമ്മൾ ഓരോ തവണ മനസ്സ് പോയി കഴിഞ്ഞാലും അപ്പോഴും വിചാരിക്കുക, ദയവായി ഈ മനസ്സിനെ പിടിച്ചു കൊണ്ടുവരണം എന്ന് അപ്പൊ വിചാരിക്കുക. എന്നിട്ട് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക, പിന്നെയും തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക. നമ്മൾ എത്രത്തോളം പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് കാര്യം. പോയ മനസ്സിനെ അങ്ങനെ വിട്ടിട്ട് അത് ആസ്വദിക്കരുത് ദയവ് ചെയ്തിട്ട്. കാരണം വെച്ചാല് ഇപ്പൊ നമ്മൾ തിരിച്ചറിഞ്ഞു മനസ്സ് പല പല കാര്യങ്ങളുണ്ട്, എന്നാ പിന്നെ ആ കാര്യങ്ങളോട് ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് നമ്മൾ ഇരുന്ന് ഹരേ കൃഷ്ണ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അത് സീരിയസ് ആയിട്ട് എഫക്ട് ചെയ്യില്ല. ഭഗവാൻ നമ്മളില് നോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എത്രത്തോളം പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് ഭഗവാൻ ശ്രദ്ധിക്കുന്ന കാര്യം. ആയതിനാൽ നമ്മുടെ ജീവിതത്തില് ഇത് നമ്മൾ സീരിയസ് ആയി എടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഹരിദാസ് ഠാക്കൂർ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ ജീവിതത്തില് അദ്ദേഹം ദിനവും അദ്ദേഹം ഒരു മുസ്ലിം ഫാമിലിയിലാണ് ജനിച്ചിട്ടുള്ള. അദ്ദേഹം ദിനവും 3 ലക്ഷം നാമങ്ങൾ ചെല്ലും ഡെയിലി. അപ്പോ അവിടെയുള്ള രാജാവും അവിടെയുള്ള ഈ ബ്രാഹ്മണന്മാരൊക്കെ ഇങ്ങനെ ഈ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചിട്ട് ഈ നാമജപത്തിൽ സീരിയസ് ആയി ചെല്ലുകയും നമ്മുടെ കാര്യം എന്താവും? അങ്ങനെ അതിനെ തകർക്കാനായിട്ട് വളരെ സുന്ദരിയായ ഒരു സ്ത്രീനെ ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് ഇദ്ദേഹത്തിന്റെ ഈ ഒരു
ഈ സീരിയസ് ആയിട്ടുള്ള നാമജപത്തിന്റെ ടേസ്റ്റ് നശിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു വിടും. പക്ഷേ ആ സുന്ദരിയായ സ്ത്രീ അദ്ദേഹത്തിനെ അപ്രോച്ച് ചെയ്തപ്പോ അദ്ദേഹം അവരുടെ അടുത്ത് പറഞ്ഞില്ല, സാധ്യമല്ല എന്ന് പറഞ്ഞില്ല. പകരം അദ്ദേഹം എന്താന്ന് വെച്ചാൽ, ഞാൻ നിന്റെ ആഗ്രഹം സാധിച്ചു തരാം, പകരം എന്റെ ഈ നാമജപം ഒന്ന് കഴിയുന്നവരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ അദ്ദേഹം ഇരുന്ന് ജപിക്കുന്ന ആ ശുദ്ധനാമങ്ങള് ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസം അങ്ങനെ കണ്ടിന്യൂസ് കേട്ട് ആ സ്ത്രീയിൽ വലിയ പരിവർത്തനം ഉണ്ടാവും. അപ്പോ ഇവിടെ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എല്ലാവരും പറയുന്ന കാര്യം മനസ്സിനെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണെന്ന്. പക്ഷേ നമ്മളുടെ ദൈനംദിന പരിശീലനത്തിലൂടെ നമുക്ക് ഈ നാമജപം ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും. അങ്ങനെ നിയന്ത്രിച്ച മനസ്സിനെ മറ്റൊരു ശക്തിയാലും ഇത് ചെയ്യാൻ പറ്റില്ല, അതിന് നമ്മള് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതാണ് നമ്മൾ ഹരിദാസ് ഠാക്കൂറുടെ ജീവിതത്തിൽ കൂടെ മനസ്സിലാക്കിയത്. അവസാനം ആ സ്ത്രീനെ, അതായത് വന്ന സ്ത്രീനെ തുളസി മാതനെ ആരാധിക്കാനും നാമജപത്തിനുള്ള വഴികളും പറഞ്ഞു കൊടുത്ത് ഈ സ്ത്രീ അദ്ദേഹത്തിന് ശരണം പ്രാപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം കഴിച്ചു വിട്ടു. സോ ജീവിതത്തില് പരിപൂർണത നേടണം എന്നുണ്ടെങ്കിൽ നാമം ചെല്ലണം. ആ നാമം ചെല്ലല് ചെയ്താണ് നമ്മുടെ ജീവിതത്തിന്റെ പരിപൂർണത ഉണ്ടാവുക. ആയതിനാല് നിങ്ങൾ ഇവിടെ ഒരുപാട് ഭക്തന്മാരുണ്ട്. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടെ നാമം ചെല്ലുക. ജീവിതത്തിൽ വളരെ സീരിയസ് ആയിട്ട് ഈ നാമജപത്തിനെ കാണുക. അതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളോ അത് ചെല്ലുന്നതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് സഹായങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഭക്തന്മാരുണ്ട് നമ്മളുടെ ഇവിടെ, നമ്മുടെ ഇസ്കോൺ ട്രിവാൻഡ്രത്ത്. അവരെല്ലാവരും നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്. എന്ത് സഹായം വേണമെങ്കിലും അവർ ചെയ്തു തരും. എസ്പെഷ്യലി നാമജപത്തിന് വേണ്ടി ഇത്രയും വലിയൊരു കാര്യം അവർ ചെയ്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു തരാൻ പറ്റും. ഹരേ കൃഷ്ണ.